അക്കിടം പകിടം ആലം ഫാലം ഇക്കിടം തിക്കിടം ദം ദമാദം. ഞാൻ റോബോബോയ് ആയിക്കഴിഞ്ഞു. എമിലി, നീ പറഞ്ഞത് ശരിയാണ്. ഞാനിപ്പോൾ പറന്നുകൊണ്ടിരിക്കുവാണ്. നിന്റെ അവസാനം ഇവിടുന്ന് തുടങ്ങുകയാണ് റോബോ ബോയ്. ഞാൻ തിന്മയുടെ കൂട്ടുകാരനും നന്മയുടെ എതിരാളിയുമാണ്. സോറി ഒന്നുകൂടി പറയാം. ഞാൻ നന്മയുടെ കൂട്ടുകാരനും തിന്മയുടെ എതിരാളിയുമാണ്. ഞാൻ റോബോബോയാണ്. എന്റെ കഥയല്ല, നിന്റെ കഥയാണ് അവസാനിക്കാൻ പോകുന്നത്. ഇന്നാ പിടിച്ചോ. വീണ്ടും നീ എന്നെ അറ്റാക്ക് ചെയ്തല്ലേ റോബോ ബോയ്? നിന്റെ ടാർഗറ്റ് എല്ലാം മിസ്സായി പോയത് കണ്ടില്ലേ? നിനക്കെന്താ കാഴ്ചക്ക് വല്ല കുറവുമുണ്ടോ റോബോ ബോയ്? ഇനി എന്റെ ഊഴമാ. എന്താ സംഭവിച്ചെന്നറിയോ? ഓ, അപ്പൊ നീ തിരിച്ചെത്തിയല്ലേ? അവസാനമായിട്ട് നിനക്കൊരു അവസരം ഞാൻ തരുന്നു. ധൈര്യമുണ്ടെങ്കിൽ അറ്റാക്ക് ചെയ്യ. ഇപ്രാവശ്യം നീ എന്റെ കയ്യിൽ നിന്ന് ഒരു കാരണവശാലും രക്ഷപ്പെടില്ല. എന്നാ ശരി, ഇത് നീ പിടിച്ചോ. ഇതൊക്കെ എങ്ങനെയാ സംഭവിച്ചത്? ഇത് ചീറ്റിംഗ് ആണ്. ആദ്യം ടാർഗറ്റ് മിസ്സായതല്ലേ, ഇപ്പൊ ശരിക്കും ടാർഗറ്റ് ചെയ്ത് തന്നെ അടിച്ചു തെറിപ്പിച്ചല്ലോ. ബോസ്, ഈ റോബോബോയ് ശരിക്കും ചീറ്റിംഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ടിംബക്ടു എങ്ങോട്ടാ ഓടിപ്പോയത്? വീണ്ടും ആ റോബോട്ടിന് മുമ്പിൽ ചെന്ന് പെടരുത്. റോബോബോയ് ആകുന്ന അത്ര എളുപ്പമുള്ള കാര്യമൊന്നും അല്ല. അയ്യോ രാക്ഷസൻ! ഓടിക്കോളൂ, എല്ലാവരും ഓടിക്കോളൂ, രാക്ഷസൻ വരുന്നേ! എന്നെ വിട്. നീ എന്തീ ചെയ്യുന്നേ? എന്നെ വിട്ടേക്ക്. നീ ഇവിടെ തന്നെ നിക്ക്. ഞാൻ പോയ ചിണ്ടുവിനെ വിളിച്ചോണ്ട് വരാം. അവൻ കാരണമല്ലേ നീ ഇങ്ങനെ ആയത്. എമിലി, ചിണ്ടു എവിടെയുണ്ടെന്ന് കണ്ടെത്തിയോ? എവിടെ തേടിയിട്ട് അവനെ കാണാൻ പറ്റിയില്ല. റോബോബോയ്! ആ രാക്ഷസൻ എഴുന്നേറ്റ് വന്നോണ്ടിരിക്കുക. അവൻ കണ്ണി കണ്ടതെല്ലാം തല്ലി തകർക്കുക. എന്തെങ്കിലും ഒന്ന് ചെയ്യൂ റോബോബോയ്. എമിലി, ചുൾബുൾ, നിങ്ങൾ എത്രയും വേഗം ചിണ്ടുവിനെ കണ്ടുപിടിക്ക്. ഞാൻ ആ വണ്ടിയെ നോക്കിയിട്ട് വരാം. ശരി, ഓക്കെ. വണ്ടി, നീ എന്ത് കാര്യമായി ചെയ്യുന്നത്? അങ്ങോട്ട് നോക്ക്, ട്രെയിൻ വന്നോണ്ടിരിക്കുകയാണ്. നീ എന്തിനാ റെയിൽവേ ട്രാക്ക് പൊട്ടിച്ചത്? ട്രെയിനിനെ ഞാൻ രക്ഷിക്കും. അതിനെനിക്ക് നിന്റെ അഡ്വൈസ് ഒന്നും ആവശ്യമില്ല. മാറിക്കുന്നു. ഇവനെന്താ എന്തോ സിംബോളിക് ആയിട്ട് പറയുന്നുണ്ടല്ലോ. ഇവൻ സിഗ്നൽ ചെയ്യുന്നത് വെച്ച് നോക്കുമ്പോ അവൻ വീറല്ല. അവന് നീണ്ട മുടിയുണ്ട്, നീണ്ട മൂക്കുണ്ട്. അതെല്ലാം മാജിക് കൊണ്ട് മറച്ചു വച്ചിരിക്കുക. ഒരു പക്ഷേ ഈ എലി നമ്മുടെ വീറാണോ? എന്ന് വെച്ചാ ഇതൊക്കെ ലേഡി ജിന്നിന്റെ കളിയാണോ?
മതി ചുൾബുൾ, കളിക്കുന്നത് നിർത്ത്. ചിണ്ടുവിന് അവന്റെ പവേഴ്സ് തിരിച്ചു കൊടുത്തേക്ക്. ശരി ശരി, ഓക്കെ. കുറച്ച് സമയം കൂടി ഇതുപോലെ ഇരുന്നാ കൊള്ളാമായിരുന്നു. അകടം പകടം, നീ വീറല്ലേ? അകടം പകടം, അകടം പകടം, ദം ദമാദം, ദം ദമാദം, ദം ദമാദം. ഓടിക്കോ. വീർ, എന്നോട് ക്ഷമിക്കണം. ഞാൻ ചെയ്തത് വലിയൊരു തെറ്റാണ്. ലേഡി ജിൻ, ഇനി നമ്മൾ രണ്ടാളും തമ്മിലാണ് ഫൈറ്റ് ചെയ്യാൻ പോകുന്നത്. ചിണ്ടുവിന്റെ ശക്തി നിനക്ക് വേണമെങ്കിൽ എന്റെ അടുത്തേക്ക് വാ. വീർ, നിനക്ക് ഒരിക്കലും എന്നെ ജയിക്കാൻ പറ്റില്ല. ഞാൻ ആദ്യം നിന്റെ ചാപ്റ്റർ ക്ലോസ് ചെയ്യാൻ പോവാ. എന്നിട്ട് ഞാൻ എല്ലാവരെയും കൊന്നൊടുക്കും. നീ റോബോയെ കണ്ടോ? ആ റോബോ എന്നെ കണ്ട് പേടിച്ച് ഓടുകയാണല്ലോ. പിന്നെ ഞാൻ എന്തിനാ ഓടേണ്ട കാര്യം? ആ റോബോ എന്നെ കണ്ട് പേടിച്ച് ഓടുകയാണല്ലോ. പിന്നെ ഞാൻ എന്തിനാ ഓടുന്നേ? ഇപ്പോൾ ഇതാ ഞാൻ തുടങ്ങുകയാണ്. നീ ഒരിക്കലും തോറ്റ് പിന്മാറില്ലല്ലേ? ഇന്നാ പിടിച്ചോ. പറ്റുമെങ്കിൽ അടിക്ക്. ഷൂട്ട് ചെയ്ത് കാണിക്ക്. ഇവിടെ അടിക്ക്. ശരി, ഓക്കെ. നിന്റെ ഇഷ്ടം പോലെ ആയിക്കോട്ടെ. ഇത് ചീറ്റിംഗ് ആണ് ബോസ്. നീട്ടിരിക്കുന്ന സൂട്ടില്ലേ, അതെന്താടാ നീ ഉപയോഗിക്കാത്തതാ? സോറി ബോസ്, ഞാനതങ്ങ് മറന്നുപോയി. ഇപ്പൊ ഉപയോഗിക്കാം. അങ്ങോട്ട് നോക്ക്, ബണ്ടി വന്നോണ്ടിരിക്ക. അവനാകെ പേടിച്ച് വരണ്ടിരിക്ക. അവനൊരിക്കലും അന്യായത്തോട് പോരാടില്ല. അത് നീ പറഞ്ഞത് ശരിയാണല്ലോ. വരൂ, നമുക്ക് അവനെ സഹായിക്കാം. അവൻ ഇനി ആരെയും കണ്ട് പേടിക്കാതെ ഫൈറ്റ് ചെയ്യാൻ പഠിക്കണം. ഞാൻ സൈലന്റ് ആയിട്ട് അവനെ ഹെൽപ്പ് ചെയ്ത അവന്റെ ധൈര്യം കൂടും. അവൻ ധൈര്യശാലിയാകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അവൻ എപ്പോഴും നന്മയ്ക്ക് കൂട്ടുകാരനാവും. അന്യായത്തിനെതിരെ പോരാടുകയും ചെയ്യും. ബണ്ടി, നീ എന്താ ഇത്ര പേടിച്ച് വരണ്ടിരിക്കുന്നേ? നന്മയുടെ കൂട്ടുകാരനാകുന്നതും തിന്മയ്ക്ക് എതിരായിട്ട് മാറുന്നതും ഭയങ്കര പ്രയാസമുള്ള കാര്യ. ഈ റോബോബോയുടെ സൂട്ടും എനിക്ക് ഊരി മാറ്റാൻ പറ്റുന്നില്ല. അവൻ ഞാനാണ് റോബോബോയ് എന്ന് വിചാരിച്ചിട്ട് എന്നെ എടുത്തിട്ട് തട്ടിക്കൊളിച്ചോണ്ടിരിക്കുകയാണ്. വിഷമിക്കണ്ട ബണ്ടി, നീ തീർച്ചയായും ജയിക്കും. എനിക്ക് വിശ്വാസം ഉണ്ടെന്നേ. ചെല്ല്, അവനൊന്ന് അറ്റാക്ക് ചെയ്യ്. ഈ പ്രാവശ്യം നീ രക്ഷപ്പെടില്ല റോബോ ബോയ്. ഞാൻ അവനെ തട്ടിത്തെറിപ്പിച്ചു.